ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം. നാളെ രാവിലെ 10-ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം ആരംഭിക്കും. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് നൽകുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും കടകളിൽ വിൽക്കുന്ന ഭക്ഷണവും കേടില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും പൊങ്കാല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളെപ്പോഴും നല്ല ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ധാരാളം ആളുകൾ വരുമ്പോഴുള്ള അവർ കുടിക്കുന്ന വെള്ളം, എവിടുത്തെയും വെള്ളം ശുദ്ധമായിരിക്കും. അത് നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയും. കാരണം ഇവിടുന്ന് പോയി പിന്നെ അവർ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കാനാണ് വരുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന തുടർന്നും നടക്കുന്ന നില ഉണ്ടാകും. മറ്റൊന്ന്, ഭക്ഷണം. എല്ലാ സ്ഥലത്തും ലഭിക്കുന്ന ഭക്ഷണം മറ്റ് കേടില്ലാത്തതായിരിക്കണം. അത് വളരെ പ്രധാനമായിട്ട് ആ പരിശോധനയിൽ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പ് പ്രധാനമായി ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യം തുടരും. അതായത് ഈ വരുന്ന ലക്ഷ്യങ്ങൾക്ക് നല്ല ആരോഗ്യ സുരക്ഷ നമ്മൾ പ്രദാനം ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കഴിയാവുന്നത്ര സ്ത്രീ ഉദ്യോഗസ്ഥകളെ നിശ്ചയിക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. അത് നല്ല കാര്യമാണ്. കാരണം സ്ത്രീകളാണ് പരമാവധി ഇവിടെ വരുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിപ്പോകുന്നുള്ളത് നല്ല കാര്യം. അപ്പോൾ നല്ല ഒരു ഉത്സവമായി മാറട്ടെ എന്നാണ് പൊതുവെ കാണാനുള്ളത്. എല്ലാവരുടെയും പ്രവർത്തനം ഇപ്പോൾ ഇതേവരെയുള്ളത് നല്ല പ്രവർത്തനങ്ങളായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് നല്ല രീതിയിൽ തുറന്നു കൊണ്ടുപോകുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് പൊതുവെ പറയാനുള്ള കാര്യം.